ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫണ്ടി റിറ്റു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു. കുറേ നാളത്തെയാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന് റീസൺ ഞാൻ മൂവിങ് ഫോർവേഡ് പറയുന്നതായിരിക്കും. സോ എനിവേസ്, എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് കരുതുന്നു. എൻ്റെ ലൈഫിലും ഞാൻ ഏറ്റവും വേഴ്സായിട്ട് ആഘോഷിച്ചൊരു ക്രിസ്മസ് ആയിരുന്നു കേട്ടോ 2024 ക്രിസ്മസ്. വേറെ ഒന്നുമല്ല, കറക്റ്റ് ക്രിസ്മസ് വീക്ക് നല്ലൊരു വൈറൽ ഫീവർ അടിച്ച് ഞാനും ഡോണും കിടപ്പിലായിപ്പോയി. കിടപ്പിൽ എന്നൊക്കെ പറഞ്ഞാലും ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത്. ഒരിക്കലും മറക്കില്ല ഈ ഒരു ക്രിസ്മസ്. എനിവേസ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആയി ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ആൻഡ് ഇന്ന് ഞാനും ഡോണും ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എവിടേക്കാണെന്നല്ലേ, വേറെ എവിടേക്കല്ല, തൊട്ടടുത്ത് നമ്മുടെ പാരീസിലേക്കാണ്. ഒന്ന് ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടി. കാരണം പാരീസിലേക്കല്ല നമ്മൾ പോകുന്നത്. അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പാരീസിലേക്കല്ല, ടൊറൻറ്റോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോൻ്റെ പപ്പയുടെ ബ്രദർ ആൻഡ് ഫാമിലി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ ഒരു വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ്. അപ്പോൾ കുറേ നാളത്തെയുള്ള പ്ലാനിങ്ങിലാണ്. സോ ഇന്നാണ് അത് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. എപ്പോഴും നമ്മൾ വിളിക്കാറുണ്ട്, നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന്. ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ലീവ് ഉണ്ടാവില്ല. ഈ പറയാം, എനിക്ക് സ്കൂള്, ഡോണിൻ്റെ ഓഫീസ്, മെറീനയുടെ ജോബ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ആൻഡ് ഈ പ്രാവശ്യവും മെറീനയുടെ ജോബ് കാരണം മെറീനയ്ക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പോയിട്ട് വരാം. ജസ്റ്റ് ഒരു 2-3 ഡേയ്സ് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ കരുതി, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ലൈക്ക് ഒരു 6 to 7 hours ട്രാവലിംഗ് ഉണ്ട്. ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൂട്ടാണ്. സോ ലെറ്റ്സ് ഗോ ടു ടൊറൻറ്റോ ടുഗദർ. മെഗാബസ് എന്ന് പറയുന്ന സർവീസ് ആണ് നമ്മൾ ടൊറൻറ്റോ പോകാൻ ചൂസ് ചെയ്തത്. ആൻഡ് നമുക്ക് കിട്ടിയ പിക്കപ്പ് ലൊക്കേഷൻ മോൺട്രിയൽ ഡൗൺ ടൗണിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കത്തെ ബസ്സായിരുന്നു. ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും എക്സൈറ്റഡ് ഞാൻ തന്നെയായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ 2 പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാക്കിംഗ് ഒക്കെ ഒരു ദിവസം മുമ്പേ ഞാൻ തീർത്തു വെച്ചു. സോ രാവിലെ ഞങ്ങൾ ഡൗൺ ടൗണിലേക്ക് പോയത് മെട്രോ യൂസ് ചെയ്തിട്ടാണ്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ മെഗാബസ് പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പിക്കപ്പ് പോയിന്റിൽ നിന്ന് ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. ഈ ഒരു ട്രിപ്പ് കുറച്ചും കൂടെ കളർഫുൾ ആക്കാനായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ സ്നോ പെയ്യാൻ തുടങ്ങി. ഈ ഒരു ട്രിപ്പിൽ കാഴ്ചയൊക്കെ കണ്ട് പയ്യെ എൻജോയ് ചെയ്ത് പോകാനുള്ളതുകൊണ്ട് തന്നെ അപ്പർ ഡെക്കിൽ ഫ്രണ്ട് റോയിൽ ഫസ്റ്റ് 2 സീറ്റ്സ് ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. കറക്റ്റ് 9:15 ആയപ്പോഴത്തേക്കും നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരുന്നു. പുറം കാഴ്ചയൊക്കെ കണ്ട് ബോറടിക്കുവാണ് കാണാനായിട്ട് 2-3 സീരീസ് ഒക്കെ നെറ്റ്ഫ്ലിക്സിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പോയത്. സോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ 2 പിക്കപ്പ് ലൊക്കേഷൻസും കൂടി ഉണ്ട്, കിർക്ക്ലാൻഡ് ആൻഡ് കിങ്സ്റ്റൺ. കിങ്സ്റ്റണിൽ എത്തിയാൽ നമുക്കൊരു 10 to 15 minutes ബ്രേക്ക് അവർ തരും. അത്യാവശ്യത്തിന് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിലോ അതുപോലെ ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ടിം ഹോർട്ടൻസും അതുപോലെ ചെറിയ കഫേസൊക്കെ ഉണ്ട്. സോ നമ്മൾ കിങ്സ്റ്റണിലെത്തി അവിടുത്തെ ടിം ഹോർട്ടൻസിൽ നിന്ന് 2 ഓറഞ്ച് പിക്കോയും ചെറിയ സ്നാക്കൊക്കെ വാങ്ങിച്ചു കഴിച്ചു. അതായിരുന്നു നമ്മുടെ അന്നത്തെ ആകെ ഫുഡ്. വിശപ്പ് കാരണം അതിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ടൊറൻറ്റോ എത്തിക്കഴിഞ്ഞാൽ ടെസിയാനി ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. അങ്ങനെ ആ ഒരു സമാധാനത്തിൽ പിന്നെയും കാഴ്ചകളൊക്കെ കണ്ട് ചെറിയൊരു നാപ്പൊക്കെ എടുത്ത് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ യാത്ര ചെയ്തത്. ആദ്യമേ പറഞ്ഞതുപോലെ ക്യൂബെക് വിട്ട് വേറൊരു പ്രൊവിൻസിലേക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു, എല്ലാം പുതിയതുപോലെ. സോ അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടിച്ചതേ ഇല്ല. സോ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഈ നെക്സ്റ്റ് സ്റ്റോപ്പാണ് നമ്മൾ ഇറങ്ങുന്നത്, എയർപോർട്ട് സ്റ്റോപ്പ്. ബാക്കി എല്ലാവരും ഇവിടെ ഇറങ്ങി കണ്ടത്. ഹോൾ ബസ് കാലിയാണ്, മുകളിലും താഴെയെല്ലാം. ഞാനും ഡോണും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. നല്ല ട്രാഫിക്കാണ്, നല്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ അടിപൊളി ട്രാഫിക്. അപ്പം ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഫൈനലി ഒരു 6 മണി 6:30 ആയപ്പോഴത്തേനും നമ്മൾ ടൊറൻറ്റോ പിയർസൺ എയർപോർട്ട് സ്റ്റോപ്പിലെത്തി. അവിടെ എത്തി കുറേ നേരം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേനും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ജോയിലും തങ്കച്ചനങ്ങളും എത്തിയായിരുന്നു. രാവിലെ ഇറങ്ങിയതല്ലേ, 6-7 മണിക്കൂർ യാത്ര ചെയ്തതിൻ്റെ നല്ല ടയർനെസ് ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും ടെസിയാൻ്റെ നല്ല അടിപൊളി കപ്പയും മീൻകറിയും ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ടൊറൻറ്റോ വിശേഷങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.